ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മൈ വേഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് റൊട്ടീനാണ്. ഇപ്പോഴത്തെ എൻ്റെ ഒരു മോർണിംഗ് ഒക്കെ ആരംഭിക്കുന്നത് രാവിലെ 5 മണിക്കാണ് കേട്ടോ. ഇപ്പോൾ മോന് എക്സാം ടൈം ആയതുകൊണ്ട് അവനെ പഠിപ്പിക്കാനും കാര്യങ്ങൾക്കും ആയിട്ടൊക്കെ ഞാൻ രാവിലെ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മോനെ റെഡിയാക്കി ഒന്ന് പഠിക്കാനൊക്കെ ഇരുത്തി അതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിൽ വരുന്നത്. അപ്പോൾ കിച്ചണിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമസ്കാരത്തിനും മറ്റുമായിട്ടൊക്കെ പോകുന്നത്. കാരണം ഇപ്പോൾ നേരം കുറച്ച് ലേറ്റായിട്ടല്ലേ നേരം നല്ല രീതിയിലൊന്ന് പുലർന്ന് വരുന്നത്. അതുപോലെ തന്നെ ബാങ്കൊക്കെ കൊടുക്കുന്നതും 5:30 ഒക്കെ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമസ്കാരവും കാര്യങ്ങളും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രാവിലെ കിച്ചണിലെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നിസ്കാരത്തിനും കാര്യങ്ങൾക്കുമായിട്ടൊക്കെ പോകുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും പൊട്ടറ്റോ കറിയാണ് കേട്ടോ. പൊട്ടറ്റോ മസാല പോലെയല്ല വെക്കുന്നത്, അല്ലാതെ സ്റ്റൂ പോലെ വെക്കത്തില്ല, എരിവില്ലാത്ത ടൈപ്പ്, ആ ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇന്ന് ലഞ്ചിനായിട്ട് ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ മോൻ ഇന്ന് 7 മണിക്ക് ട്യൂഷൻ ഉണ്ടോ. അവിടെ ട്യൂഷൻ സെൻറ്ററിൽ അവന് എക്സാം നടക്കുവാണ്, മോഡൽ എക്സാം നടക്കുവാണ്. അപ്പോൾ അവന് രാവിലെ 7 മണിക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണല്ലോ പോകാനുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ലഞ്ചായിരിക്കും, ലഞ്ചിൻ്റെ പരിപാടി ഒന്ന് ചെയ്തിട്ടായിരിക്കും കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അല്ലാതെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോകത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഇതും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ 8:15 ആകുമ്പോഴല്ലേ മക്കളുടെ ബസ് വരുന്നത്. അപ്പോൾ ആ ഒരു കണക്കാക്കിയിട്ട് നമുക്ക് റെഡിയാക്കിയാലോ. നമ്മൾ ഓരോ ദിവസം നമ്മുടെ പ്രയോറിറ്റി എന്താണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രയോറിറ്റി നേരത്തെ കൂട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം എല്ലാം പ്ലാൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തുണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ നമ്മളെ ടൈം നമുക്ക് ആ ഒരു രീതിക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പോൾ എത്ര നേരത്തെ നമ്മൾ എഴുന്നേറ്റു എന്ന് പറഞ്ഞാലും നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. ഞാൻ ഈ പൊട്ടക്കറിയിലോട്ട് മുളക് ഇട്ടിട്ടില്ല, വേണമെങ്കിൽ മുളകും കൂടി ഇടാം, എരി ആവശ്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ. എനിക്കിപ്പോൾ ഇവിടെ എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഞാൻ 2 പൊട്ടറ്റോയും ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു 3 വിസിൽ കേക്കി ഒന്ന് വേവിച്ചെടുക്കുവാണ്. ലാസ്റ്റിൽ കുറച്ച് തേങ്ങാപ്പാലും ഉടച്ച് താളിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് കറിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇവിടെ എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് കൂടും. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇന്ന് ഞാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഞാൻ ബൈ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദോശ തവയാണ് കേട്ടോ വാങ്ങിയിട്ട്, ഒരു കാസ്റ്റ് അയണിൻ്റെ ദോശ തവയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. കാസ്റ്റ് അയണിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ, നമുക്ക് ഹെൽത്ത് പരമായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് കാസ്റ്റ് അയണിൽ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ബ്ലഡിൻ്റെ ഒരു ലെവലിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർക്ക്, അതുപോലെ തന്നെ നമുക്ക് അയൺ കണ്ടൻറ്റൊക്കെ കൂടാനായിട്ട് നമ്മൾ ബ്ലഡിൽ അതൊക്കെ കൂടാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു കാസ്റ്റ് അയണിൽ നമ്മൾ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. ഞാനിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്യുവാണ്. ഇൻഡസ് വാലിയുടെ ആ ഒരു പാക്കേജിനെ പറ്റി എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു പാക്കേജിങ് ആണ്. നല്ല വലിയ എയർ ബബിൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിലൊക്കെയാണ് ഇത് പാക്കേജ് ചെയ്ത് വരുന്നത്. ഭയങ്കര വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. അത് കാസ്റ്റ് അയൺ ആണെങ്കിലും ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു വെയിറ്റേ ഉള്ളൂ. ഇതുപോലെ ഡബിൾ റാപ്പ് ചെയ്തൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കാസ്റ്റ് അയൺ ആണ്, ഇത് പ്രീ സീസൺഡാണ് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന് സീസൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ എല്ലാവരും ഈ ഒരു അയൺ പാത്രങ്ങൾ യൂസ് ചെയ്യാൻ മടിക്കുന്നത് നമുക്ക് അത് മയക്കിയെടുക്കുക, സീസണിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറേ തവണ എണ്ണ പുരട്ടണം, പിന്നെ അതുപോലെ തന്നെ വെയിലത്ത് വെക്കണം, പിന്നെ വീണ്ടും അതുകൊണ്ട് ചൂടാക്കി എണ്ണ തവിടി, പിന്നെ അത് വെച്ചാൽ തന്നെയും നല്ല രീതിയിൽ കിട്ടത്തില്ല. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് മടിക്കുന്നത്. പക്ഷേ ഇൻഡസ് വാലി പാത്രങ്ങളെല്ലാം നമുക്ക് സീസൺഡ് ആക്കിയിട്ടാണ് കിട്ടുന്നത്. നമ്മളിതൊന്നും ചെയ്യേണ്ട, നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം 1-2 ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് പറ്റില്ലായിരിക്കും കേട്ടോ. പക്ഷേ ഒരു മൂന്നാമത്തേതൊക്കെ ആയിട്ട്, എനിക്ക് മൂന്നാമത്തേതൊക്കെ ആയപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഞാൻ കൊണ്ടുവന്ന അന്ന് തന്നെ കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് തന്നെ ഇൻക്ലൂഡ് ചെയ്യട്ടെ. ഇപ്പോൾ എങ്ങനെയാണ് എനിക്കത് അന്ന് വന്നതെന്നൊക്കെ ഉള്ള ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പിന്നെ അവർക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്, ഇതെല്ലാം ഈ ഒരു യൂസർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെനു കാർഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരുപാട് സാധനങ്ങൾ, പ്രഷർ കുക്കേഴ്സ്, പിന്നെ ഇതുപോലെ
പനിയാരച്ചട്ടി, അപ്പച്ചട്ടി, കടായി, അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വുഡൻ്റെ ഒരുപാട് സാധനങ്ങൾ ഇൻഡസ് വാലിയിൽ ഒരുപാട് സാധനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻഡസ് വാലി സാധനങ്ങൾ റേറ്റ് കൂടുതലാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ നമുക്കിത് ഒരു തവണ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ നമുക്ക് വാങ്ങിച്ച് വെക്കാവുന്ന സാധനങ്ങളാണ് കേട്ടോ. നമ്മുടെ തലമുറകൾ കൈമാറിപ്പോകാൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്ന സാധനങ്ങളോ അങ്ങനെയുള്ളതൊന്നുമല്ല, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് കുക്കിങ്ങിന് മുന്നേ ആയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം ഒരു സവാള വേണമെങ്കിൽ നമുക്ക് കട്ടി വിട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ സവാള രണ്ടായിട്ടൊന്ന് മുറിച്ച് ഇതുപോലെ ഒരു ഫോർക്കിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇളവി വരും കേട്ടോ. നമുക്ക് എത്ര ഇളവാത്ത ഇരുമ്പ് ചട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ഇളക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് ഞാൻ അതുകൊണ്ടല്ല ചെയ്യുന്നത്, ഇവരുടെ യൂസർ മാനുവൽ തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിത് എങ്ങനെയാണ്. കാരണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളിങ്ങനെ ചെയ്യുന്ന വഴി ഇതങ്ങ് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂസിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഈ ഒരു സവാള വെച്ചിട്ട് ഇതുപോലെ, അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഡസ് വാലിയുടെ പ്രോഡക്റ്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഓഫർ നടക്കുവാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ 10% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ മുകളിൽ കാണിക്കുന്ന എൻ്റെ ഈ ഒരു കൂപ്പൺ കോഡും കൂടി യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ കാസ്റ്റ് അയണിൻ്റെ സാധനങ്ങളിലേക്കും നല്ല സ്റ്റീൽ സാധനങ്ങളിലേക്കും ഒക്കെ മാറുന്നതായിരിക്കും നല്ലത്. ഞാൻ ഉള്ളി വഴറ്റിയതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് എണ്ണ കൂടി തടവി കൊടുത്തിട്ടാണ് കേട്ടോ ദോശ ചുടാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഒരു പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ദോശ ഉണ്ടാക്കിയപ്പോൾ ഒരു പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മൂന്നാമത്തത് വെച്ചിട്ട് പക്ഷേ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒരു പിടുത്തം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ഞാനിതിലാണ് ദോശ ഉണ്ടാക്കുന്നത്. നമ്മുടെ നോൺ സ്റ്റിക്കിൽ ഇളവുന്ന അതേപോലെ തന്നെ ഇളകി വരും കേട്ടോ. പിന്നെ ഇത് നമുക്ക് സൂക്ഷിക്കുന്ന കാര്യം വെച്ചാൽ എപ്പോഴും നമ്മൾ കാസ്റ്റ് അയണിൻ്റെ നല്ല എല്ലാ പാത്രങ്ങളും നമ്മൾ കഴുകി വയ്ക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം വയ്ക്കുക. ഇല്ലെങ്കിൽ തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എയർ ഡ്രൈ ചെയ്തിട്ട് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ല. എയർ ഡ്രൈ ചെയ്യാതെ നമ്മൾ കഴുകിയ ഉടനെ അതൊന്ന് വാഷ് ചെയ്ത് തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുക. തുടച്ചിട്ട് എണ്ണ തടവി നമ്മളിത് വെക്കുകയാണെങ്കിൽ കാലങ്ങളോളം ഇത് കേടാവാതെ തന്നെ ഇരിക്കും കേട്ടോ. ഇത് രാവിലെ ഞാൻ ദോശ ഉണ്ടാക്കി നോക്കിയാണ് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് ഇളവി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റീലിൻ്റെ സ്പാച്ചുലയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വുഡൻ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഇളക്കാനായിട്ട് പറ്റും. അത്രയ്ക്ക് ഈസി ആയിട്ടാണ് ഇത് ഇളവി വരുന്നത്. ആ ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാനത് ഈ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ ആയപ്പോൾ നല്ല നോൺ സ്റ്റിക്കിൽ എങ്ങനെയാണ് ഇളവി വരുന്നത് ആ രീതിയിൽ തന്നെ ഇളവി വരുന്നുണ്ടത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പോയി നിസ്കരിച്ചിട്ട് വന്നു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഈസി കുക്കർ ബിരിയാണിയാണ് കേട്ടോ. നമുക്ക് രാവിലെ മക്കൾക്ക് ലഞ്ചിന് കൊടുത്തു വിടാനും പിന്നെ ഹസ്ബൻഡിന് ഓഫീസിലത്തേക്ക് ടൈം നമുക്ക് പെട്ടെന്ന് ഒരുപാട് ടൈം വേണ്ടാത്ത രീതിയിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. ഞാൻ ബിരിയാണിക്കായിട്ട് ഒരു 2 സവാളയും ഒരു 2 ക്യാരറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ബീൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ബീൻസ് ഞാൻ ഓൾറെഡി കുതിർത്ത് പിന്നെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിരിക്കും കേട്ടോ. അങ്ങനെ ആവശ്യ സമയത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ബിരിയാണി വെക്കുന്നതും ഇൻഡസ് വാലിയുടെ തന്നെ ട്രൈ സ്റ്റീൽ പ്രഷർ കുക്കറിലാണ്. ഇതും നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് മറ്റേ കുക്കറൊന്നും പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട. പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വെന്തിട്ടിട്ടാൽ ആ ഒരു പ്രഷർ പെട്ടെന്ന് തന്നെ കയറിയിട്ട് വിസിൽ പെട്ടെന്ന് കേൾക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബിരിയാണിയിലുണ്ടാവുന്ന പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കുവാണ്. അതിനുശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ക്യാരറ്റ് ഇതെല്ലാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. പിന്നീട് ഞാനിതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഫ്രീസറിലുണ്ടായിരുന്ന ഗ്രീൻ ബീൻസ് അതും കൂടി ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതൊക്കെ വഴന്നു വരുന്ന സമയം കൊണ്ട് എനിക്ക് രാവിലെ കുടിക്കാനായിട്ടുള്ള ഗ്രീൻ കോഫിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഗ്രീൻ ടീക്ക് പകരമായിട്ട് ഗ്രീൻ കോഫിയാണ് കുടിക്കുന്നത്. നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് സൂപ്പറാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കോഫി. ഗ്രീൻ ടീയെ പോലെ അത്രയും കയ്പ്പും ഇല്ല. ആ ഗ്രീൻ ടീക്കുള്ള അത്രയും ഗുണങ്ങൾ ഈ ഒരു ഗ്രീൻ കോഫിക്കും ഉണ്ട് കേട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് കുടിക്കേണ്ട കാര്യമില്ല. ഗ്രീൻ ടീ പോലെ അത്രയും കഷ്ടപ്പെട്ട് കുടിക്കേണ്ട കാര്യമില്ല. ഇത് നേരത്തെ പറഞ്ഞില്ലേ ഗ്രീൻ ബീൻസ് ഞാൻ
ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും. മക്കൾക്ക് ഗ്രീൻ ബീൻസ് ഇങ്ങനെ ഈ ഒരു ബിരിയാണിയിൽ കിടക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനത് ഫുള്ളായിട്ടും അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ സിപ്പ് ലോക്ക് ബാഗുകളിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ച് സ്പേസിൽ തന്നെ ഇതൊക്കെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ ബോട്ടിൽസിലൊക്കെ ആണെങ്കിൽ ഒരുപാട് സ്ഥലം വേണ്ടേ. ഇതാകുമ്പോൾ നമുക്ക് സ്പേസ് സേവ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുകയുണ്ട്. ഞാനിവിടെ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ബിരിയാണി റൈസിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു വിസിലേക്കൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചിക്കനോ നമ്മുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പേരിട്ട് നമുക്ക് കുട്ടികളെയൊക്കെ പറ്റിക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇങ്ങനെയാണ് വെക്കുന്നതൊക്കെ ഇതൊന്നുമല്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കില്ലേ കുറച്ച് നെയ്യും ബട്ടറും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അണ്ടിപ്പരിപ്പ് കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കടയിൽ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ പുതിനയിലയോ മല്ലിയിലയോ അതൊക്കെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 6:30 മണിയായിട്ടോ. അപ്പോൾ നേരമൊക്കെ ഇതേ ഈ ഒരു നല്ല രീതിയിലൊന്നും ആയിട്ടില്ല, എന്നാലും ഈ ഒരു രീതിയിലേക്ക് വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ടൈം ഇവിടെ കാണിക്കാം. ഇനി ഞാൻ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് ഞാൻ എൻ്റെ ഗ്രീൻ കോഫി കുടിക്കാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാറും കേട്ടോ, നല്ല ചൂടായിട്ടല്ല കുടിക്കുന്നത്. ഒരു ചെറിയ ചൂടിലാണ് ഞാനിത് കുടിക്കുന്നത്. ഒരുപാട് ചൂടാകുമ്പോൾ എനിക്ക് വാ പൊള്ളിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ചെറിയ ചൂടിലാണിത് കുടിക്കുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം എൻ്റെ സ്ഥിരം പ്ലേസ് ഇവിടെയാണ്. രാവിലെ ചായ കുടിക്കാനും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു പ്ലേസ് ഇവിടെയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് എനിക്കൊരു കോർണർ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ വന്നപ്പോഴും എൻ്റെ ഒരു കോർണർ ഇതാണ്. എൻ്റെ ഫേവറേറ്റ് കോർണർ എന്ന് വേണമെങ്കിൽ പറയട്ടെ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇരുന്നാൽ എനിക്കെല്ലാം കാണാട്ടെ. രാവിലെ കുട്ടികൾ പോകുന്നതും അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങി പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എനിക്കിങ്ങനെ അവരൊക്കെ ഒരുങ്ങി പോകുന്നത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സമയം മോനും പോയി കേട്ടോ. അപ്പോൾ ഈ പുറത്ത് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. എന്താണ് ഇവിടെ ഉത്സവം നടക്കുവാണ് അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ അതേ ഞാൻ അതൊക്കെ കഴിച്ച് തന്നപ്പോഴത്തേക്കും അവിടെ ബിരിയാണിയൊക്കെ റെഡിയായി. മോൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ഞാൻ പാക്ക് ചെയ്യുവാണ്. ഈ സമയത്ത് ഞാൻ മോളെ വിളിച്ച് അവളെ റെഡിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ ഇരുത്തിയിരിക്കുക കേട്ടോ. കുറച്ചൊക്കെ ഞാൻ വാരി കൊടുക്കുള്ളൂ. ഈ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ കുറച്ച് സ്ലോയാണ്, കുറച്ചല്ല നല്ല സ്ലോയാണ്. അപ്പോൾ എന്തായാലും ഫുള്ളൊക്കെ അത് വാരി കൊടുത്താൽ കഴിക്കത്തില്ല. അപ്പോൾ കുറച്ച് ഞാൻ കൊടുക്കും, ബാക്കി അവൾ ഒറ്റയ്ക്ക് തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഒരു സലാഡും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കുക്കുംബറും ക്യാരറ്റും ഓണിയനും ഒക്കെ ഇട്ടിട്ട് ഒരു സൈഡ് ഡിഷും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സിന് മോക്കൊന്ന് കൊടുത്തു വിടുന്നത് ആപ്പിളും പിന്നെ സ്ട്രോബെറി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഫ്രൂട്ട്സ് ഒന്നും ഇവിടെ മോൾക്ക് അത്ര ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും അല്ല കേട്ടോ. സ്നാക്സ് ഐറ്റംസൊക്കെ ആണെങ്കിൽ വീണ്ടും കഴിക്കും, പക്ഷേ ഫ്രൂട്ട്സൊക്കെ ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ ഞാൻ മസ്റ്റായിട്ടും ആഴ്ചയിലൊരു ദിവസം ഇതുപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുപോകണമെന്ന് നിർബന്ധമായിട്ട് പറയുന്നത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെയൊക്കെ മക്കൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ അതേ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് അവരുടെ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് അവർക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ. അതൊരു വെനസ്ഡേ എടുത്ത വീഡിയോ ആണ്. വെനസ്ഡേ അവർക്ക് ഹൗസ് ഡ്രസ്സാണ്, പക്ഷേ അന്നത്തെ ദിവസം അവരോട് കളർ ഡ്രസ്സ് ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടൊരു ഫ്രോക്കൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് മോളുടെ ബസ് വന്ന് മോളെ പറഞ്ഞു വിട്ടു. പിന്നെ ഇക്കാക്ക പോകാനുള്ള ടൈമായി. ഇക്കായും എല്ലാമൊക്കെ പാക്ക് ചെയ്ത് പറഞ്ഞു വിട്ടു. ഈ സമയത്ത് എനിക്കിതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കും ബിസി ആയിട്ടുള്ള സമയമാണ് ആ ഒരു സമയം. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്യാമറയൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ ക്യാമറ അങ്ങനെ അവളെ എടുക്കാനായിട്ടൊന്നും പോകത്തില്ല കേട്ടോ. അപ്പോൾ അവരെയൊക്കെ പറഞ്ഞു വിട്ടു. ആ സമയത്ത് ഇന്നലെ വിളിച്ച് വെജിറ്റബിൾസിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പയർ, തക്കാളി, കോവയ്ക്ക, മത്തൻ അങ്ങനെയുള്ള ഐറ്റംസ് ഇതൊക്കെ ഒരു വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. കുറച്ച് റേറ്റ് കൂടുന്നാലും വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ ആയതുകൊണ്ട് ഓർഗാനിക് ആണല്ലോ, അതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടിയാലും കുഴപ്പമില്ല എന്ന് കരുതും കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് ആക്കുവാണ്. വേനൽക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാ വെജിറ്റബിൾസൊന്നും കിട്ടാനില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ കിട്ടാനുള്ളൂ. അത്രയ്ക്കും ചൂടല്ലേ, അപ്പോൾ എല്ലാം ഉണ്ടായിട്ട് നല്ല രീതിയിൽ കിട്ടുന്നില്ല, വാടിപ്പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ നല്ല വെയിലുമാണ്, അതുകൊണ്ട് നല്ല ചൂടുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണേ. രാത്രിയെ കിടന്നുറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. രാത്രി അത്യാവശ്യം നല്ല ചൂടാണ്. ഞങ്ങൾ മുകളിലും കൂടി അല്ല താമസിക്കുന്നത്, അതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ. പിന്നെ വേറെ എന്താണ്, ഞാൻ ഈ വെജിറ്റബിൾസ് അതുപോലെ സിപ്ലോക്ക് ബാഗുകളിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഈ മത്തന് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ വെക്കുന്നില്ല, കാരണം കട്ട് ചെയ്തല്ല ഫ്രിഡ്ജിനകത്ത് കരുതണമല്ലോ. അപ്പോൾ ഞാൻ പിന്നീട് ചെയ്യാമെന്നാണ് കരുതുന്നത്.
പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് എനിക്കൊന്ന് സിറ്റിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അവിടെ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ അവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തിൽ മാത്രമല്ല അല്ലാതെ നല്ല തിരക്കാണ്. കാരണം ആറ്റുകാൽ പൊങ്കാല അടുപ്പിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഭയങ്കര ഉത്സവമാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല ആറ്റുകാൽ പൊങ്കാലയെ പറ്റി. നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ ക്ലീനിങ്ങിൻ്റെയും അല്ലാതെയൊക്കെയുള്ള അത് തിരക്കായതുകൊണ്ട് തന്നെ പിന്നെ വഴിയോര കച്ചവടക്കാരൊക്കെ ഇപ്പോൾ കൂടുതലാണ് കേട്ടോ. ചട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ പൊങ്കാലയുടേതായിട്ടുള്ള ആ ഒരു തിരക്കുണ്ട്. പിന്നെ ഇവിടെ ക്ലീനിങ് നടക്കുവാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 3-4 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തിയിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഞാൻ വെറുതെ പോത്തീസിൽ കയറിയപ്പോൾ അവിടെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓഫർ കണ്ടിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതാണ്. ഈ ഒരു നൂഡിൽസ്, പിന്നെ സ്ട്രോബെറിയൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു. 80 രൂപയായിരുന്നു തോന്നുന്നു. പിന്നെ ടൊമാറ്റോ, ക്യാരറ്റ്, പിന്നെ ഹാർപ്പിക്ക് ചെറുത് അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഓറിയോ ബിസ്ക്കറ്റ്, പിന്നെന്താണ്, പിന്നെ ഒരു ഷമാമ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കറി മസാല തീർന്നു. അങ്ങനെ കറി മസാല, പിന്നെ കുറച്ചു എന്താണ് അത് മക്കൾക്ക് വൈകുന്നേരം എന്തോ കഴിക്കാൻ എന്തോ കൊടുക്കാനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. ബർഗറാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ചട്ടുകമാണ്. അതെനിക്കല്ല കേട്ടോ, ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിന് വാങ്ങിയതാണ്. പിന്നെ മോക്കൊരു ബോക്സ്, പിന്നെ ഒരു സ്ക്രബ്ബർ, പിന്നെ ഈ 2-3 ചട്ടി വാങ്ങിയിട്ടോ, ചെടിച്ചട്ടികൾ പ്ലാസ്റ്റിക്കിൻ്റെ, അത് പിന്നെന്താണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറയാനായിട്ടും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാമേ അത്. പിന്നെ എന്താ വാങ്ങിയത്, പിന്നെ എന്തോ കാണിക്കണ്ട, ഇത് സോപ്പാണ് കേട്ടോ. ഹോം മെയ്ഡ് സോപ്പ് 3 എണ്ണം 50 രൂപയായിട്ട് അവിടെ ഇട്ട് വിൽക്കുന്ന കണ്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എടുത്ത ഈ ഒരു ചുരിദാർ ഇതാണ് കേട്ടോ, അജ്രക് പ്രിൻറ്റിൻ്റെ. നല്ല ലാഭമായിട്ട് തോന്നി എനിക്ക് കേട്ടോ. 449 രൂപയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ലാഭമായിട്ട് തോന്നി. പിന്നെ ഇതൊരു മെറ്റീരിയലാണ്. ഇത് ഷോളാണ് കേട്ടോ. ഇത് ഷോള്, പിന്നെ ടോപ്പ് ഇതാണ് വരുന്നത്. ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ റേറ്റ് 750 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഉടനെ തന്നെ കാണാതിരിക്കും. ബൈ.